നമസ്കാരം. പ്രധാന വാർത്തകൾ. സെപ്റ്റംബർ 20 തൊടുപുഴ KSRTC ഡിപ്പോയുടെ പ്രവർത്തനം പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റും. ചന്ദ്രശേഖരൻ വധം പറയുന്നത് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ CPM CBI അന്വേഷണം സ്വാഗതം ചെയ്യണമെന്ന് KR അരവിന്ദാക്ഷൻ. കാരിക്കോട് സ്വകാര്യ ലോഡ്ജിലെ ടോയ്ലറ്റ് മാലിന്യം തോടിന് കരയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. തൊടുപുഴ KSRTC ബസ് സ്റ്റേഷന്റെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും. സെപ്റ്റംബർ 20 ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെ പ്രവർത്തനം പുതിയ സ്ഥലങ്ങളിലേക്ക് മാറും. നഗരസഭയുടെ ലോറി സ്റ്റാൻഡ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ബസ്സുകൾ നന്നാക്കുന്നതിനുള്ള ഗ്യാരേജ് സംവിധാനം ലോറി സ്റ്റാൻഡിലാണ് ഒരുക്കിയിട്ടുള്ളത്. KSRTC ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റ് തുകയായ 12 ലക്ഷം രൂപ PJ ജോസഫ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചു. ഇവിടെ ഗ്യാരേജിന് പുറമെ ജീവനക്കാർക്കുള്ള ഡ്രസ്സിംഗ് റൂം, വെയിറ്റിംഗ് സ്റ്റേഷൻ, കക്കൂസ് സംവിധാനങ്ങൾ, ബസ് സർവീസ് സ്റ്റേഷൻ, മിഷനറികൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ, ജലം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള പാർക്കിംഗ് യാർഡിൽ താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് സ്ഥാപിക്കും. ഇവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നും പാല, വൈക്കം റൂട്ടിലേക്കുള്ള വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. എറണാകുളം സൈഡിലേക്കുള്ള വാഹനങ്ങൾ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യും. ലോറി സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്വകാര്യ കെട്ടിടത്തിൽ KSRTC ഓഫീസ് പ്രവർത്തിക്കും. താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഫണ്ട് ലഭ്യമായ സാഹചര്യത്തിൽ 15 ദിവസത്തിനകം താൽക്കാലിക സംവിധാനങ്ങൾക്കുള്ള നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അറിയിച്ചു. ഇതിനാവശ്യമായ ഫണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ലഭ്യമാക്കിയ മന്ത്രി PJ ജോസഫിനെ അദ്ദേഹം അഭിനന്ദിച്ചു. തങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ CPM ചന്ദ്രശേഖര വധത്തിൽ CBI അന്വേഷണം സ്വാഗതം ചെയ്യണമെന്ന് CMP സംസ്ഥാന സെക്രട്ടറി KR അരവിന്ദാക്ഷൻ. ഉന്നത നേതാക്കൾ കുരുങ്ങുമെന്ന ഭയമാണ് CPMനെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ അന്വേഷണ നിർദ്ദേശത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ തന്നെ രംഗത്ത് വന്നത് ചരിത്രത്തിലാദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വർഗീയത വളരുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഗൗരവത്തോടെ കാണാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയത വളർത്തുന്ന സംഘടനകളെ ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ശരിയാണ് എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ CBI അന്വേഷണം നേരിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു തിരക്കഥ എഴുതി തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതാക്കന്മാരെ കുടുക്കുകയും അങ്ങനെ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. അതിനകത്ത് യഥാർത്ഥ കുറ്റവാളികൾ അവർ പറയുന്നത് മറ്റു വല്ലതും അറിയേണ്ടത് പുറത്തു വരും. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. 27 മുതൽ 30 വരെ തൊടുപുഴയിലാണ് സമ്മേളനം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ കമ്മിറ്റിയുടെ സമ്മേളനം ഈ മാസം അവസാനത്തെ ആഴ്ച തൊടുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സെപ്റ്റംബർ മാസം 27 രാവിലെ വണ്ടിപ്പെരിയാറിൽ ബാലുവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥയും, ചെമ്മണ്ണാറിൽ അഞ്ചേരി ബേബിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഛായാചിത്ര ജാഥയും, മൂന്നാറിൽ നിന്ന് കുടിമര ജാഥയും ആരംഭിച്ച് വൈകുന്നേരം തൊടുപുഴയിൽ സമാപിക്കുന്നതോടുകൂടി സമ്മേളനത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. 28 രാവിലെ പതാക ഉയർത്തൽ, അതിനുശേഷം യുവജന സെമിനാർ, ഉച്ചയ്ക്ക് ശേഷം സാംസ്കാരിക സദസ്സ്, ഇങ്ങനെ 3 പരിപാടികളാണ് 28 ഉള്ളത്. 29 വൈകുന്നേരം 5 മണിക്ക് 10,000-ലധികം വരുന്ന യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുവജന റാലി മങ്ങാട്ടുകവലയിൽ നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കും. സമാപന സമ്മേളനം
ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുന്നതോടുകൂടി സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ്. 30-ാം തീയതി രാവിലെ പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അതേ തുടർന്ന് 3 പ്രമേയങ്ങൾ, സംഘടനാ പ്രമേയവും രാഷ്ട്രീയ പ്രമേയവും പാരിസ്ഥിതിക പ്രമേയവും അവതരിപ്പിക്കപ്പെടും. അതേ തുടർന്നുള്ള ചർച്ചയും ഉണ്ടാകും. എമർജിംഗ് കേരളയുമായി ബന്ധപ്പെട്ട് വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ കുതിപ്പ് പകരുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം സമാപന സമ്മേളനത്തോടുകൂടി ഔപചാരികമായി സമ്മേളന പരിപാടികൾ അവസാനിക്കും. ഈ പരിപാടികളിലെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ ബഹുമാനനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PC വിഷ്ണുനാഥ് MLA, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാന്യരായ യൂത്ത് കോൺഗ്രസിലൂടെ വന്നിട്ടുള്ള MLA-മാർ, മറ്റ് പ്രമുഖ നേതാക്കന്മാരൊക്കെ സമ്മേളനത്തിന്റെ എല്ലാ രംഗത്തും പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലും പാർലമെന്റ് മണ്ഡലത്തിലും ഒരു പുതിയ ഉണർവ് പകരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളന പരിപാടിയെ നോക്കിക്കാണുന്നത്. 2 വർഷക്കാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പ്രവർത്തന കാലപരിധി അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി ഈ സമ്മേളനം മാറണം എന്നാണ് സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത്. കാരിക്കോട് സ്വകാര്യ ലോഡ്ജിലെ ടോയ്ലറ്റ് മാലിന്യം തോടിൻകരയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി പരാതി. ലോഡ്ജിന് പിന്നിലെ ടാങ്കുകൾ നിറഞ്ഞപ്പോൾ മാലിന്യം തൊട്ടുചേർന്നുള്ള തോടിന് കരയിൽ തീർത്തിരിക്കുന്ന കുഴിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മണ്ണിട്ട് മൂടാത്തതുമൂലം ഇതിൽ നിന്നുള്ള ദുർഗന്ധം അസഹ്യമാകുന്നതായി പരിസരവാസികൾ പറയുന്നു. ഈച്ചകൾ മാലിന്യത്തിൽ നിന്ന് പറന്നെത്തുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല, തുറന്ന ടാങ്ക് ഇതുവരെ സ്ലാബിട്ട് മൂടിയിട്ടുമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജായതിനാൽ താമസക്കാരുടെ ഭാഗത്തുനിന്ന് പരാതികളുമില്ല. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അല്ല, ഇവിടെ കുടിവെള്ളത്തിൽ ഈ പരിസരത്തെല്ലാം അങ്ങനെ കൊച്ചുങ്ങളൊക്കെ നടക്കണയാണ്. അങ്ങനെ അഴുക്കെല്ലാം വരി കൂടി ഇട്ടൊക്കെ പറഞ്ഞു മാറിയിട്ട് ഇരിക്കാൻ പാടില്ല. വരയ്ക്കാത്ത ഞങ്ങൾക്ക് മണത്തട്ട് കക്കുസുകാരി തോട്ടിലേക്ക് ഇവിടെ ഇടുക. വെള്ളം പോലും കുടിക്കാൻ പാടില്ല അവിടെ ഇരുന്ന് മണത്തട്ട്. പിള്ളേർ കയ്യിൽ നടക്കണേ, ഓടി പോഞ്ഞ് നടക്കണല്ലേ. ഒരാഴ്ച കൂടുതൽ ഞങ്ങൾ കക്കൂസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെള്ളം മുഴുവൻ വാരി പറക്കി ഇട്ടിട്ട് ഇവിടെ മൊത്തം ഞങ്ങൾ കുടിവെള്ളം കിണറ്റിലേക്കും എല്ലാം ആയിട്ടാണ് ഈ കക്കൂസ് വാരി ഇട്ടേക്കുന്നത്. ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ട് ഒരു തീരുമാനമായിട്ടില്ല ഇതുവരെ. അത് നേരെ വെള്ളം തോട്ടിലേക്കാണ് പോകുന്നത്. നേരെ തൊഴിലാഴ്ച കുടിവെള്ളത്തിലേക്കാണ് ഇത് മൊത്തം ബുദ്ധിമുട്ട്. മണം കാരണം ഇരിക്കാൻ പാടില്ല. മുഴുവൻ അസുഖവും പകർച്ചവ്യാധി മൊത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിള്ളേർ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ട് വളരെ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനൊക്കെ. ഇത് 10-250 പേര് ഈ ലോഡ്ജിൽ താമസിക്കുന്നത്. 4 ബാത്റൂം മാത്രമേ ഇതിനകത്തുള്ളൂ. അത് 2 വർക്കാക്കിയിട്ടുള്ളൂ ഇതുവരെ. ഒരു തീരുമാനം ഇതുവരെ ഒരു കൈക്കടയിൽ കൊണ്ടിട്ടില്ല ഇതുവരെ. മുനിസിപ്പാലിറ്റി എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇതും ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഈ ലോഡ്ജുകാർ ഒരു തീരുമാനം ആക്കിയിട്ടില്ല ഇതുവരെ ഒരു മനുഷ്യനും. അവരോട് പറഞ്ഞിട്ട് പരാതിപ്പെട്ട് ഞങ്ങൾ മടുത്തു. ഞങ്ങൾ ഒത്തിരി വീട്ടുകാരുണ്ട്. ഡോക്ടറാണ് തൊട്ടത് അപ്പുറത്ത് താമസിക്കുന്നത്. മറ്റു വേറെ 10-15 വീട്ടുകാരുണ്ട്. വേറെ ഞങ്ങളുടെ കിണറുണ്ട് മൊത്തം ഇവിടെ 2-3 കിണറുണ്ട്. ആ കിണറ്റിലേക്ക് മുഴുവൻ കാക്കകളും കൊത്തിയിട്ട് ആകെ പൂച്ചകളും ചാടി ആകെ ഇടങ്ങാറാക്കിയിട്ടേക്കാണ് ഈ കക്കൂസിന്റെ കുഴിക്കകത്ത് ചാടിയിട്ട്. അതുപോലെ തുറസായിട്ടേക്കുവാണത്. ഉത്സവ ബത്ത നൽകുന്നില്ലെന്ന് ആരോപിച്ച് തൊഴിലാളികൾ സ്വകാര്യ ബസ് തടഞ്ഞിട്ട് കൊടിനാട്ടി. മൂവാറ്റുപുഴ റോഡിലോടുന്ന ബസ്സാണ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടത്. ലേബർ ഡിപ്പാർട്ട്മെന്റുമായി നടന്ന ചർച്ചയിൽ ധാരണയായ ഉത്സവ ബത്ത സമയപരിധി കഴിഞ്ഞിട്ടും നൽകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് BMS നേതാവ് KP സഞ്ജു പറഞ്ഞു. ഈ മോട്ടോർ വ്യവസായ രംഗത്ത് പ്രതിസന്ധികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഒരു മാസത്തെ ശമ്പളം എന്നുള്ളതിന് ഉപരിയായി തൊടുപുഴയിലെ നിലവിലുള്ള യൂണിയൻ പ്രതിനിധികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് രംഗത്ത് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് 1900 രൂപ മുതൽ 4800 രൂപ വരെയുള്ള ബോണസ് ഉത്സവ ബത്ത എന്നുള്ള നിലയ്ക്ക് ഉത്സവ ബത്ത നൽകണമെന്ന് ധാരണയായി കരാർ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ 25-ാം തീയതിക്ക് മുമ്പ് ഈ ഉത്സവ ബത്ത തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാമെന്നും ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയായിട്ട് തൊടുപുഴയിലെ ചില പ്രൈവറ്റ് ബസ് രംഗത്ത് മുതലാളിമാർ ഈ തൊഴിലാളികൾക്ക് അവർക്ക് അർഹതപ്പെട്ട കരാർ ഒപ്പുവെച്ചിട്ടുള്ള ഈ ഉത്സവ ബത്ത നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ പൂമാല റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസിനസ് വാർത്ത
മൂവാറ്റുപുഴ റോഡിൽ വെങ്ങല്ലൂര് മലബാർ വില്ലേജ് ഫുഡ് കോർട്ട് എന്ന റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. മലബാറിന്റെ രുചിഭേദങ്ങളുമായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഫുഡ് കോർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി സ്പെഷ്യൽ മുതൽ പാർട്ടി മീൽ വരെ രുചിയേറുന്ന ഒട്ടേറെ വിഭവങ്ങൾ ഫുഡ് കോർട്ടിന്റെ പ്രത്യേകതയാണ്. എമർജിംഗ് കേരള സംബന്ധിച്ച അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന എമർജിംഗ് കേരളയെ തുടക്കത്തിലെ വിവാദങ്ങളിലൂടെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഗോശ്രീ പദ്ധതി, സ്മാർട്ട് സിറ്റി തുടങ്ങിയ വൻ പദ്ധതികൾ വിവാദങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചത് മറക്കരുത്. ജില്ലാ പ്രസിഡന്റ് PL മാത്യു, അഡ്വക്കേറ്റ് ബിജു ജോസഫ്, സെലീനാമ ജെയിംസ്, മുഹമ്മദ് PA എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കൌൺസിൽ അംഗങ്ങൾ, നിയോജക മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറിമാർ, പോഷക സംഘടനാ പ്രസിഡന്റ്, സെക്രട്ടറിമാർ എന്നിവരുടെ സംയുക്ത യോഗം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് തൊടുപുഴ ലബ സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി MS മുഹമ്മദ് അറിയിച്ചു. വിലക്കയറ്റം തടയുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF നേതൃത്വത്തിൽ സെപ്റ്റംബർ 12-ന് തൊടുപുഴ BSNL ഓഫീസ് ഉപരോധിക്കും. ഇടുക്കി ജില്ലാ ചെസ് അസോസിയേഷന്റെയും ന്യൂമാൻ കോളേജ് ചെസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 15, 16 തീയതികളിൽ സംസ്ഥാന ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സ്കൂൾ കുട്ടികളുടെയും സീനിയർ, ജൂനിയർ, വനിതാ വിഭാഗങ്ങളിലുമാണ് മത്സരങ്ങൾ നടത്തുന്നത്. സ്കൂളുകളിൽ നിന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. സെപ്റ്റംബർ 15 തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ജോർജ് വർഗീസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലയിൽ നിന്നും ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പും ഹജ്ജ് പഠന ക്ലാസും 15-ന് രാവിലെ 10 മണി മുതൽ തൊടുപുഴ ടൗൺ മസ്ജിദിൽ നടക്കും. മണക്കാട് ഉള്ളാട്ടിൽ ശിവശങ്കരൻ നായരുടെ ഭാര്യ സരസ്വതി അമ്മ 58 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സെപ്റ്റംബർ 20-ഓടെ തൊടുപുഴ KSRTC ഡിപ്പോയുടെ പ്രവർത്തനം പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റും. ചന്ദ്രശേഖരൻ വധം, പറയുന്നത് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ CPM CBI അന്വേഷണം സ്വാഗതം ചെയ്യണമെന്ന് KR അരവിന്ദാക്ഷൻ. കാരിക്കോട് സ്വകാര്യ ലോഡ്ജിലെ ടോയ്ലറ്റ് മാലിന്യം തോടിന് കരയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.